നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മളോട് ചോദിക്കാതെ ഇവൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. ആ എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും എടുത്തായിരിക്കും. ഞങ്ങൾ ആരും അത് എടുത്തിട്ടില്ല. അർച്ചന, പൂജമുറി കൊണ്ടുവച്ച ആ രണ്ട് മാലയും എടുത്തോ. സച്ചേട്ടാ, സച്ചേട്ടാ ഒന്നിങ്ങ് വന്നേ. മാല ഇവിടെ കാണുന്നില്ല. മാല എവിടെ പോവാനാ? അവിടെ തന്നെ കാണും. താൻ ഒന്നോടെ നോക്കി. ഇല്ല സച്ചേട്ടാ, ബോക്സിലെ രണ്ടിലും മാലയില്ല. അർച്ചന, നല്ലതുപോലെ നോക്കിയോ? നീ ഇന്നലെ രാത്രി അത് ഇവിടെ തന്നെയല്ലേ വെച്ചത്? അതെ അച്ഛാ, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ഗോൾ ബോസ് കണ്ടില്ലേ? അപ്പൊ പിന്നെ ആ മാല രണ്ടും ആരെടുത്തു? ഇനി ആരെങ്കിലും ഓർക്കാതെ ഇവിടെ നിന്ന് മുറി കൊണ്ട് വെച്ച് കാണൂ. അതില് നീ എങ്ങാനും കൊണ്ടുവച്ചോ? ഇല്ലമ്മേ, ഞാനെടുത്തില്ല. ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ മാലകളെടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇടാന്നാ ഞങ്ങൾ വിചാരിച്ചേ. പിന്നെ മാലകളോടെ പോയി മൂകാംബിയെ പൂജിച്ച ലോക്കറ്റുകളെ രണ്ടും. അവണിമുളെ മോളാ മാല എങ്ങനെ എടുത്തോ? മോക്ക് വേറെ വാങ്ങിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ മോളതെടുത്തേ? ഇല്ല അച്ഛമ്മേ, ഞാൻ എടുത്തിട്ടില്ല. അതെ, ആവണിമോള് രാവിലെ ഇവിടെ വന്ന് മാല നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മാഷും കണ്ടതല്ലേ? അതെ, അത് ശരിയാണല്ലോ. ഇവിടെ വന്ന് മാല നോക്കി നിന്നോന്ന് കരുതി ആവണിമോള് മാല എടുക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ല, അവള് മാല എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? മാല എടുക്കുന്നത് ഞാൻ കണ്ടില്ല, പക്ഷേ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിരുന്നു. മാഷ് തന്നെയാ മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അതുപോലെ ലോക്കറ്റുള്ളൊരു മാല വേണമെന്നും പറഞ്ഞ് ആവണിമോള് ബഹളം വെച്ചെന്ന് പറഞ്ഞത് എല്ലാരും കേട്ടതല്ലേ? ആരോടും ചോദിക്കാതെ അവൾ ഒരു സാധനം എടുക്കില്ല. മോളെ, മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാല ഇങ്ങ് തിരിച്ചു കൊണ്ടുവാ. അച്ചാച്ചൻ മോൾക്ക് വേറെ മാല വാങ്ങിത്തരാം. ഇല്ല അച്ഛാ, ഞാൻ എടുത്തിട്ടില്ല. സച്ചേട്ടാ, എന്തിനാ ആവണിമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ എവിടെ നിന്നും ഒന്നും എടുക്കുന്ന ശീലം അവൾക്കില്ല. പിന്നെ അച്ഛനും അമ്മ എന്തറിഞ്ഞിട്ടാ ഇവളിങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മളോട് ചോദിക്കാതെ ഇവൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. ആ എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും എടുത്തായിരിക്കും.
ഞങ്ങൾ ആരും അത് എടുത്തിട്ടില്ല. അതാ പൂജാമുറിക്കകത്ത് അങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. ഒന്ന് കയറി ഒന്നുകൂടി നോക്കി. അർച്ചനെ, മോള് ഒന്നുകൂടി ഒന്ന് നോക്ക്. നോക്ക് മോളെ. ചെല്ല്. ഇല്ല അച്ഛാ, അതിനകത്ത് എങ്ങുമില്ല. ഞാൻ അവിടെ മുഴുവൻ നോക്കി. താൻ പൂജാമുറിയിൽ വെച്ച മാല എന്തായാലും തനി എങ്ങോട്ടും ഇറങ്ങി പോവില്ല. ആരോ അത് എടുത്തിട്ടുണ്ട്. ആ ലോക്കറ്റുകൾ രണ്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൂജിച്ചതാ. മറ്റുള്ളവർക്കാർക്കും അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എടുത്തത് ആരായാലും സത്യം പറയുന്നതാണ് നല്ലത്. ആരും സത്യം പറയുന്നില്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും മുറി പരിശോധിക്കേണ്ടി വരും. അത് തന്നെയാ നല്ലത്. മാല കണ്ടെത്തണമല്ലോ. അപ്പോ ഇവിടെ നിൽക്കുന്ന ആരും മാല എടുത്തിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. വെറുതെ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചേരണ്ട. ആവണിമോള് തന്നെയാവോ അതെടുത്തത്? ആ മാലയും ലോക്കറ്റും അവളാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. മോളെ, ആന്റിയോട് സത്യം പറ, മോളല്ലേ അതെടുത്ത്? ഇല്ല ആന്റി, ഞാൻ അത് എടുത്തിട്ടില്ല. ആവണി മോള് കള്ളം പറയാ. മോള് തന്നെ അതെടുത്ത്. അവന്തിയെ, അനാവശ്യം പറയരുത്. ഇവളങ്ങനെ ഒരു സാധനം ഒരിടത്തൊന്നും എടുക്കാറില്ല. അവള് അതുപോലൊരു മാല ആഗ്രഹിച്ചെന്നുള്ളത് സത്യം തന്നെയാ. എന്ന് കരുതി ഞങ്ങളുടെ മോൾ അങ്ങനെ മോഷ്ടിക്കൊന്നുമില്ല. വെറുതെ അവളെ കള്ളിയാക്കരുത്. കമലെടുത്തി എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. ആവണിമോളുടെ ബാഗ് ഒന്ന് പരിശോധിച്ചു നോക്ക്. ചെലപ്പോ മാല കിട്ടും. എന്ന് കരുതി കുട്ടിയെ വഴക്കൊന്നും പറയണ്ട. അവക്ക് വല്ല അബദ്ധവും പറ്റിയതായിരിക്കും. അങ്ങനെ ആവണി മോളെ മാത്രം വെറുതെ ആരും അങ്ങനെ സംശയിക്കണ്ട. ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ അറിയാതെ ആ മാല രണ്ടും ഈ വീട്ടിൽ നിന്ന് പോവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.